എൻ്റെ പൊന്നെ, എൻ്റെ ഒരു ആങ്ങളയുടെ ഹോബീസ് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ആ കാര്യമൊന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം എൻ്റെ ആങ്ങളമാരൊക്കെ ഇപ്പോഴും ചെറുതാണെന്നുള്ള വിചാരത്തിലാണ് ഞാനിരിക്കുന്നത്. ഇത്രയും വലിയ കടാമുട്ടന്മാരായെങ്കിലും ഇപ്പോഴും ഇവരെനിക്ക് ഇതുപോലെ കൊച്ചു കുട്ടികളെ പോലെ. എൻ്റെ രണ്ടാമത്തെ ബ്രദറാണ് കൊച്ചുമോൻ. കൊച്ചുമോനും ഫാമിലിയും ന്യൂയോർക്കിലായിട്ട് 30 വർഷങ്ങൾക്ക് മുകളിലായി. അപ്പോൾ കൊച്ചുമോൻ്റെ ഹോബീസിനെ പറ്റി തന്നെ പറയാം. ആ ഹോബീസിൽ ഏതെങ്കിലും കേട്ടിട്ട് നിങ്ങൾ ഞെട്ടിയെങ്കിൽ ഒന്ന് പറയണേ. ഒന്നാമത്തെ ഹോബി, കൊച്ചുമോൻ ഒരു ഉഗ്രൻ ചീട്ടുകളിക്കാരനാണ്. ന്യൂയോർക്കിൽ പല ടീമുകളോടും മത്സരിച്ച് ട്രോഫിയും ക്യാഷ് അവാർഡും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് കേട്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം ഞാനും ഒരുമാതിരി നല്ലതായിട്ട് ചീട്ട് കളിക്കും. ഞങ്ങൾ ഒഹായോയിലൊക്കെ വെച്ച് ഭയങ്കര ചീട്ടുകളിയായിരുന്നു. കാരണം എൻ്റെ ബ്രദറല്ലേ, അവൻ ഇതിൽ കൂടുതൽ ചെയ്യും. അടുത്ത ഹോബി എന്താണെന്നറിയാമോ? ഫിഷിംഗ്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എവിടെ ചാൻസ് കിട്ടിയെന്നാലും ഞാൻ പോയി ചൂണ്ടയിടും. ഈവൻ അതിൽ കിണറ്റിൽ 2 മീൻ കിടക്കുന്ന കണ്ടെന്നാലും ഞാൻ അവിടെ നിന്ന് ചൂണ്ടിടാനായിട്ട് പോകും. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഫിഷിങ്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു അതിശയവും കണ്ടില്ല. പക്ഷേ എൻ്റെ പൊന്നെ, ഞാൻ ഈ സണ്ണി ഫിഷിനെ പിടിക്കുമ്പോൾ കൊച്ചുമോൻ പിടിക്കുന്നത് ഒറിജിനൽ കിങ് സാൽമണിനെയാണ്. വാവ്! അതിന് ഓരോന്നിന് 20-25 പൗണ്ട് തൂക്കവും ഉണ്ടെന്നുള്ളതാണ്. അമേരിക്കയിലെ ചില മാസങ്ങളിലൊക്കെ ഇങ്ങനെ സാൽമണിനെ പിടിക്കാം. ഒരാൾക്ക് 2 എണ്ണത്തിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഫൈൻ അടിക്കും. ദേ നോക്കിക്കേ, കൊച്ചുമോനും കൂട്ടുകാരും കൂടി പിടിച്ച സാൽമണുകൾ. വാവ്! എന്തോ ഒരു വലിപ്പമാണെന്ന് നോക്കിക്കേ. ഇതിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വരണ്ട് കേട്ടോ. അടുത്ത ഹോബിയാണ് ഡിയർ ഹണ്ടിങ്. കൊച്ചുമോനും കൂട്ടരും കൂടെ രാത്രിയിൽ കാട്ടിൽ പോയി മാനിനെ വെടിവെക്കും. മാനുകളൊക്കെ ഒരുപാട് പെറ്റുപെരുകി കഴിയുമ്പോൾ ഗവൺമെന്റ് തന്നെ മാനിനെ വെടിവെക്കാനായിട്ട് പെർമിഷൻ കൊടുക്കും. നമ്മുടെ വീടിന്റെ മുന്നിൽ കൂടെ വരുന്ന മാനുകളെ ഒന്നും നമുക്ക് തൊടാൻ പറ്റത്തില്ല കേട്ടോ. അതിന് പ്രത്യേകമായ ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ഉണ്ട്. അങ്ങനെ ആ വനത്തിൽ പോയി നമ്മൾക്ക് അവർ പറയുന്നിടത്തോളം എണ്ണത്തിനെ പിടിക്കാനായിട്ട് കഴിയും. അങ്ങനെ പിടിക്കാം. ഞാൻ ഇത്രയൊന്നും പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്കൊരു വലിയ ചലനമൊന്നും ഉണ്ടായെന്ന് തോന്നുന്നില്ലല്ലോ. കാരണം മാനിനെ ഹണ്ട് ചെയ്യാന്നുള്ളതൊക്കെ ഒഹായോയിൽ വെച്ചും ധാരാളം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും അതിനകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും തോന്നിയില്ല. എന്നാട്ടോ ഇത് കണ്ടോ, കൊച്ചുമോൻ ഒരു കൂറ്റൻ കരടിയുടെ 2 ചെവിയും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് റിയൽ കരടിയാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഏതോ കരടിയുടെ പ്രതിമയിൽ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് അതിന്റെ 2 ചെവിയിലും പിടിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നാണ്. പക്ഷേ അങ്ങനല്ല. കൊച്ചുമോൻ വെടിവെച്ചിട്ട കരടിയാണെന്ന് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഓ, കൊച്ചുമോൻ ഇങ്ങനെയൊക്കെ വെടിവെക്കാനായിട്ടൊക്കെ ഉള്ള കഴിവുണ്ടോ? വാവ്! കൊച്ചുമോനെയും ഫ്രണ്ട്സിനെയും അവരുടെ വീരസാഹസ ഹോബീസിനെയും അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവന് ഒരുപാട് സ്നേഹനിധിയായ ഒരു മകനും അപ്പനും ഭർത്താവും ആങ്ങളയും ഒക്കെയാണ്. അതിലൊക്കെ ഉപരി പള്ളിയും പട്ടക്കാരും നോമ്പും പ്രാർത്ഥനയും എല്ലാത്തിനും അതിൻ്റെതായ ഡ്യൂ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു പയ്യനാണ് ഈ കൊച്ചുമോൻ. കാരണം കൊച്ചുമോൻ എൻ്റെ അല്ലേ ബ്രദർ.